ഒരു വയസ്സുകാരി പവിത്രയെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീട്ടുമുറ്റത്തു കൊണ്ടുവന്നപ്പോൾ അവസാനമായി കുഞ്ഞിനെ കാണാൻ എത്തിയവരുടെ കണ്ണുകൾ നിറഞ്ഞു. ഇന്നലെ വരെ ചിരിയോടെ കണ്ട ആ മുഖത്ത് ഇനി ഒരിക്കലും കളിച്ചിരികൾ കാണാൻ കഴിയില്ലല്ലോ എന്ന് അയൽവാസികളും ബന്ധുക്കളും ഓർത്തു വിതുമ്പി. 10 മാസം ഒരൊറ്റ ശരീരവും മനസ്സുമായി ജീവിച്ച മാതൃത്വത്തിന്റെ മഹത്വം പൊക്കിൾക്കൊടി മുറിച്ചതിന്റെ 15-ാം മാസം അമ്മ തന്നെ സ്വന്തം കരങ്ങൾ കൊണ്ട് പിഞ്ചു കഴുത്തിൽ അമർത്തിപ്പിടിച്ചത് എന്തിനെന്ന് ഇനിയും പൂർണ്ണ ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് സംഭവം. വാമനപുരം കണിച്ചോട് വാര്യൻകോണത്ത് ചരുവിളപുത്തൻ വീട്ടിൽ അശ്വതി സുഭാഷ് ദമ്പതികളുടെ മകൾ പവിത്രയ്ക്കാണ് അമ്മയുടെ കരങ്ങളാൽ ജീവൻ നഷ്ടമായത്. വിദ്യാസമ്പന്നയായ അശ്വതിയുടെ 2ാമത്തെ മകളായിരുന്നു പവിത്ര. നെടുമങ്ങാട് മീനാങ്കലിലുള്ള ഭർതൃഗൃഹത്തിൽ നിന്നും വാമനപുരത്തെ സ്വന്തം വീട്ടിൽ അച്ഛന്റെയും അമ്മയുടെയും അടുത്തെത്തിയ അശ്വതി അമ്മ രമണി തൊഴിലുറപ്പിന് പോയ സമയം വീട്ടിൽ ആരും ഇല്ലാതിരുന്നപ്പോൾ കുഞ്ഞിനെ മൃഗീയമായി കൊലപ്പെടുത്തി. ജോലി കഴിഞ്ഞെത്തിയ രമണി കുഞ്ഞിനെ താലോലിക്കാൻ നോക്കുമ്പോൾ അനക്കമില്ലാതെ കാണുകയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അശ്വതി വീട്ടിൽ തന്നെ നിന്നു. മാത്രമല്ല കുഞ്ഞിനെ താൻ കൊന്നു എന്നും അശ്വതി പറഞ്ഞതായും നാട്ടുകാർ ഞെട്ടലോടെ ഓർക്കുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഡോക്ടർമാർ കുഞ്ഞിന്റെ മരണം സ്ഥിരീകരിച്ചു എന്ന് മാത്രമല്ല ശ്വാസം മുട്ടിയാണ് മരണം സംഭവിച്ചതെന്നും വ്യക്തമാക്കി. പിന്നീട് നടന്ന പോലീസിന്റെ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലും അശ്വതി കുറ്റം സമ്മതിച്ചു. അറസ്റ്റ് ചെയ്ത അശ്വതിയെ തെളിവെടുപ്പിനായി വീട്ടിലെത്തിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞതായി നാട്ടുകാർ പറയുന്നു. 2ാമത്തെ കുഞ്ഞിന്റെ പ്രസവത്തിനു ശേഷം അശ്വതി ഇടയ്ക്ക് ചില മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതായും പറയപ്പെടുന്നു.